പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നെജു, വെൽക്കം. ശരിക്കും നെജു ഇന്ന് വരുന്ന കേട്ടോ. ഖത്തറിൽ നിന്ന് നേരെ വന്ന നെജു. സന്തോഷം. ഇങ്ങനെ പറയുന്നത് 246 ആണോ ലാസ്റ്റ് നോക്കിയിട്ട് പറയുമ്പോൾ അത് പ്രശ്നമാണ്. 9846 കറക്റ്റ്. അതെ കറക്റ്റ്. ഓക്കെ, നമുക്ക് 3000 രൂപയുടെ വാസമായിരുന്നു. നമ്മുടെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ ആ ഒരു ഉരുൾപൊട്ടലിൽ അല്ലെ ഒരുപാട് ആളുകൾക്ക് എല്ലാം നഷ്ടമായി, ഒരുപാട് ജീവനുകൾ നഷ്ടമായി, ഒരുപാട് ആളുകളുടെ വാഹനങ്ങൾ നഷ്ടമായി. അതിലേറ്റവും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു അപകടം നടക്കുന്നതിന് തൊട്ടു മുന്നേ ആയിരുന്നു അദ്ദേഹത്തിന്റെ മംഗല്യം നിശ്ചയിച്ചത്. അപ്പൊ ഇന്ന് ശിവാനി വരുന്നുണ്ട്. ഇന്നാണോ അറിഞ്ഞ? ഇന്നലെയാണോ? 2 ദിവസം മുന്നേ അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ വരക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് എന്താ സംഭവിച്ചത്? പമ്പല്ല. ഹായ് ഫ്രണ്ട്സ്, MSMB ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കുഞ്ഞാപ്പും പിന്നെ അതുപോലെ കൊമ്പങ്ങാട് കോഴി പൂക്കോന്മാരും ലൈവിക്ക് വന്ന കാഴ്ചയിൽ പാട്ട് വീഡിയോ മൈൻഡ് വരുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുവാൻ സബ് ചെയ്യാൻ, ലൈക്ക് അടിച്ചാൻ, ഷെയർ അടിക്കാൻ മറക്കില്ല. അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്കാം. ഫോൺ നമ്പർ 14 ശരി, 21 കറക്റ്റ്, 78 ശരിയാണ്. മകനാണോ? നിങ്ങൾ വാ വളരെ പെട്ടെന്ന് സ്ക്രീനിലേക്ക് വാ. നമ്മുടെ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. 3000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ലൈഭ വെഡിങ് സെന്ററിന്റെ ഗംഭീരമായ സമ്മാനം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫാദർ കൂടെ വരുന്നുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് വേദിയിലേക്ക് വരാം. നമ്മുടെ പ്രൊഫഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് ടോൾമാൻസ് ടീം ആബിദ് അതുപോലെ ഷൗക്കത്താൻ ടീമുണ്ട്. അവരുമായിട്ട് സഹകരിക്കണം. വേദിയിലേക്ക് വരുന്ന ആളുകളെ വഴിയൊന്നും ചെയ്തു കൊടുക്കണം. ഒരു കൈയടി കൊടുക്കാം. വിന്നേഴ്സിനെ നമ്മൾ 3 പേരെ തെരഞ്ഞെടുത്തു. 4ാമത്തെ വിന്നർക്കും കൊടുക്കുന്നു 3000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ. എന്ത് യെസ്? ഓക്കെ, നമുക്ക് മക്കളെ ഒരാൾ എടാ എല്ലാവരും കൂടെ ഇങ്ങനെ. വിന്നറുടെ പേര് സാദിഖ് കൂരാടുണ്ടോ? സാദിഖ് കൂരാട്. സാദിഖ് എന്ന് പറയുന്ന ആരെങ്കിലും സ്ഥലത്തുണ്ടോ? സാദിഖ്, മിസ്റ്റർ സാദിഖ് കൂരാട് 9846 ആരംഭിക്കുന്ന നമ്പർ. സാദിഖാണ് വരുന്നത്. എവിടെ? സാദിഖുണ്ടോ? ഇല്ല. എവിടെ? ഈ സൈഡിൽ ഒരു ഐഡി എടുക്കുന്നു. സാദിഖ് കൂരാട് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ബൈക്ക് സൈഡാക്കുന്ന സാദിഖ് കൂരാട് ആരാ? സാദിഖിന്റെ ഫോൺ നമ്പർ 9846 ആരംഭിക്കുന്ന നമ്പറാണോ? അതാ വരുന്നേ. ലാസ്റ്റ് നമ്പർ 246. ഒരു മിനിറ്റ്, 3-4 സാദിഖ് അവിടുന്ന് ഇവിടുന്ന് വരുന്നുണ്ട്. നമ്പർ 246 ആണോ ലാസ്റ്റ് നമ്പർ? ഫോൺ നമ്പർ ലാസ്റ്റ് കേൾക്ക്. അതല്ലേ ഞാനിങ്ങനെ പറയുന്നത്. 246 ആണോ ലാസ്റ്റ് നോക്കിയിട്ട് പറയുമ്പോൾ അത് പ്രശ്നമാണ്. 9846 കറക്റ്റ്. അതെ കറക്റ്റ്. ഓക്കെ, നമുക്ക് 3000 രൂപയുടെ വൗച്ചറാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. സാദിഖ് കൂരാട്, ഒരു കൈയടി കൊടുക്കാൻ വിജയിക്ക്. ഓക്കെ, ഗംഭീരമായ കൈയടി കൊടുക്കേ. ഞാൻ തരാം. വേണ്ട, അത് പോകുമ്പോ നിങ്ങൾ കൊടുത്തോ. നമുക്ക് ആ വഴി ഒന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കണം. മിസ്റ്റർ നെജുവിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത വിന്നറെ തെരഞ്ഞെടുക്കുന്നത് നെജു ആണ്. നമുക്കറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മാതൃക സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തി പ്രഭാവം. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ ഒരുപാട് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നെജു, വെൽക്കം. ശരിക്കും നെജു ഇന്ന് വരുന്ന കേട്ടോ. ഖത്തറിൽ നിന്ന് നേരെ വന്ന നെജു. സന്തോഷം. നമ്മുടെ യൂസഫ് ജിയുടെ ക്ലോസ് ഫ്രണ്ട് ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെജു എത്തിക്കഴിഞ്ഞു. നെജു ആണ് വിന്നറെ തെരഞ്ഞെടുക്കുന്നത്. കുഞ്ഞാപ്പു, ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിന്റെ പേരല്ല. ഷിഫാൻ റോഷൻ ടി. ഷിഫാൻ റോഷൻ സ്ഥലത്തുണ്ടോ? ഷിഫാൻ റോഷൻ കോട്ടപ്പാറ അല്ലെ? കുറ്റമ്പാറ, സോറി. ഈ ആള് സ്ഥലത്തുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കണം. ഷിഫാൻ റോഷൻ ആരാ? 8089 ഫോൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നു. അവസാനിക്കുന്നത് 526. സ്ഥലത്തുണ്ടോ? ഹലോ, മാറ്റിയെടുത്തേക്കാം അല്ലെ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഷിഫാൻ റോഷൻ ടി. 3, 2, 1.
ക്യാൻസൽ, മാറ്റിയെടുക്കാം. നജു വെൽക്കം. ഒരിക്കൽ കൂടെ നജു തന്നെയാണ് ഈ വിജയിയെ തെരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം 3000 രൂപയ്ക്ക് 5 പേർക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ ഉണ്ടായിരുന്നു. അതിൽ 3 പേര് തെരഞ്ഞെടുത്തു. 4ാമത്തെ വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ചാരിറ്റി മേഖലയിലൊക്കെ നിറസാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട ലൈബ വെഡിങ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ യൂസഫ് അവരുടെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള നജു മുഹമ്മദ് സിയാൻ കെ കൂറ്റമ്പാറ. മുഹമ്മദ് സിയാന്റെ ഫോൺ നമ്പർ 9207 ആണോ ആരംഭിക്കുന്നത്? ആണോ? 9207 അവസാനിക്കുന്നത് 280 ആണോ? ഓക്കെ, വാ, സ്വാഗതം ചെയ്യാം. 9207 32 ശരി, 02 കറക്റ്റ്, 80 ശരിയാണ് ഗായ്സ്. ഞാനാ കൊടുക്കണ്ടേ? കുഞ്ഞാപ്പുവാണ് കിടക്കുന്നത്. നജു കൂടെ നിൽക്കുന്നു. കൂടെ നമ്മൾ 4 പേര് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. 5ാമത്തെ വിന്നർ തെരഞ്ഞെടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. വിളിച്ചോട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ആദ്യം പറയുന്നില്ല. നമ്മൾക്ക് ഒരുപാട് സങ്കടം സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു നമ്മുടെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ ആ ഒരു ഉരുൾപൊട്ടലിൽ, അല്ലെ? ഒരുപാട് ആളുകൾക്ക് എല്ലാം നഷ്ടമായി, ഒരുപാട് ജീവനുകൾ നഷ്ടമായി, ഒരുപാട് ആളുകളുടെ വാഹനങ്ങൾ നഷ്ടമായി. അതിലേറ്റവും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു അപകടം നടക്കുന്നതിന് തൊട്ടു മുന്നേ ആയിരുന്നു അദ്ദേഹത്തിന്റെ മംഗല്യം നിശ്ചയിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സ്വരൂപിച്ച പൈസ മുഴുവൻ ആ ഒരു അപകടത്തിൽ നഷ്ടമായി. അങ്ങനെ ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ അമ്മാവൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞപ്പോൾ ആ ഒരു മംഗളത്തിലുള്ള കല്യാണത്തിലുള്ള മുഴുവൻ ഡ്രസ്സും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ ലൈബ വെഡിങ് സെന്ററിന് ആദ്യമായ ഒരു കൈയടി എല്ലാവരും ചേർന്ന് കൊടുക്കുക. മീഡിയ 1 ന്യൂസിലൂടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കുറച്ചു കാലമായി നമുക്കറിയാം വയനാട് ജില്ലയിൽ അദ്ദേഹം ഒരു ജീപ്പൊക്കെ ഓടിച്ച് അവിടെ വരുന്ന അതിഥികൾക്ക്, സഞ്ചാരികൾക്ക് വഴികാട്ടിയായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം റാഫിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ആ ഒരു പ്രദേശം വളരെ അപകടമായ രീതിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ നഷ്ടമായി. അങ്ങനെയാണ് ആ കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലെ? കല്യാണത്തിന് ആ ഡ്രസ്സ് മുഴുവൻ ഏറ്റെടുത്ത് കൊടുത്ത ഒരേ ഒരു ടീമിന്റെ പേര് ലൈബ വെഡിങ് സെന്റർ ആണ്. ഒരു കൈഡി ഒന്നും കൂടെ കൊടുക്കെ. ഇദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ ന്യൂസിലൊക്കെ വന്ന ഒരു 2 വീലർ ഉണ്ടായിരുന്നു. ഫുൾ ചളിയൊക്കെ നിറഞ്ഞ് ആകെ കേടുപാടായ ഒരു 2 വീലർ. ആ കേടുപാടായ 2 വീലർ പുതിയ ലുക്ക് ആൻഡ് 2 വീലർ ആക്കി മാറ്റി കൊടുത്തതും നമ്മുടെ ഈ യൂസഫ് ജിയാൻ ടീമായിരുന്നു, ലൈബ വെഡിങ് സെന്റർ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജോലി ഇല്ലാതെ നിൽക്കുമ്പോൾ എനിക്കൊരു ജോലി തരൂ എന്ന് പറഞ്ഞപ്പോ ധൈര്യസമേതം ലൈബ വെഡിങ് സെന്ററിലേക്ക് വരൂ എന്ന് പറഞ്ഞ് റാഫിയെ സ്വീകരിച്ച ടീമിന്റെ പേരും ലൈബ വെഡിങ് സെന്റർ. അങ്ങനെ ഏതായും ബെസ്റ്റ് അവാർഡ് കുഞ്ഞാപ്പൂവും പിന്നെ കൊമ്പങ്ങാട് കോയും ശിവാനി അടക്കമുള്ളൊരു നേതൃത്വം കൊടുക്കണ്ടോ? ഉഗ്രനായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എത്ര ടൈം എടുത്ത് വരച്ചേ? അരമണിക്കൂറോ? അപ്പൊ ഇന്ന് ശിവാനി വരുന്നുണ്ട്. ഇന്നാണോ അറിഞ്ഞ? ഇന്നലെയാണോ? 2 ദിവസം മുന്നേ അല്ലേ? അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമ്മള്. പിന്നെ മെക്കാറിന് പേജ് ഉണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കുള്ളത്. അപ്പൊ അതിനനുസരിച്ച് പോകുന്നുണ്ട്, വർക്കൊക്കെ ചെറിയ പോകുന്നുണ്ട്. താങ്ക് യു. അപ്പൊ ഇനിയും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുക. വിനു പ്രസാദ് കരുവാരക്കുണ്ട്. ലാലിന്റെ സൗണ്ടോ? അതെങ്ങനെ ഓടുക്കുക? ശിക്കോ കുതിരവട്ടം പപ്പുച്ചേട്ടന്റെ സൗണ്ട് എടുത്തു. പപ്പുച്ചേട്ടന്റെ സൗണ്ട് 2 വേർഷം എടുത്താലോ? 2 വേർഷം 5 ഉണ്ടെങ്കിൽ 5 വേണ്ട. ഇവിടെ ഉച്ചക്ക് പോയാൽ മതി. ഒരു ആദ്യം പപ്പുച്ചേട്ടന്റെ കോമഡി ആയിക്കോട്ടെ, രണ്ടാമത് സാഡായിട്ട് ചെയ്താൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ് എന്താ സംഭവിച്ചത്? ഇല്ല, അതാ കമ്പി കൊഴിഞ്ഞാടിയാണ്. പമ്പല്ല, അതന്നെ പൈപ്പ് വണ്ടിന്ന്. ഞാൻ വിചാരിച്ചു പമ്പ് വീണോ. പ്രശ്നമൊന്നുമില്ലല്ലോ? ഹലോ, പ്രശ്നമൊന്നുമില്ലല്ലേ? അത് കെട്ടഴിഞ്ഞ് പോയി എന്നാ തോന്നുന്നത്. അത് മാത്രമല്ല ആർക്കൊന്നും തട്ടിയിട്ടില്ല. ഓക്കെ, നമ്മൾ പപ്പുച്ചേട്ടന്റെ സൗണ്ട് എടുക്കാം. ഒന്ന് ശരിക്കും കെട്ടണേ. അത് അവിടെ പറഞ്ഞ ഇവിടെ എടുക്കാം. ഇങ്ങനത്തെ കണ്ടാലേ പിന്നെ സൗണ്ട് വരൂലേ? അതല്ല, ഞാൻ അങ്ങോട്ട് നോക്കൂ. ഇവിടേക്ക് തിരിഞ്ഞു നിർത്തോ. തുടങ്ങല്ലേ? തുടങ്ങാം. റെഡി. അപ്പൊ പപ്പുച്ചേട്ടന്റെ കോമഡി വോയിസ് അല്ലേ ആദ്യം? അപ്പൊ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു 2 ഡയലോഗ്. ഓക്കെ അല്ലേ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ.
എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തകിടത്ര മോശമൊന്നല്ല. താങ്ക് യു. ഒരു രക്ഷയില്ല, ഒരു ഉഗ്രം കൈയടി. നമുക്ക് ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് അവിടുന്ന് മാറ്റേണ്ടതുണ്ട്. റെഡി റെഡി റെഡി. നറുക്കെടുപ്പ് ഏകദേശം ഒക്കെ എൻഡിങ് ടൈം ആയി കഴിഞ്ഞു. ഇവിടെ കുഞ്ഞാപ്പൂ നമുക്ക് ഒരൊറ്റ സെൽഫി എടുത്തോട്ടെ. റെഡി 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 1 2 3. പൂക്കോട്ടുംപാടത്തിന്റെ ആവേശം. ഒരു ഫോട്ടോ എടുത്തോടെ. ഈ വെയിലത്ത് നിന്ന് നല്ല ചൂടാ. കുഞ്ഞാപ്പൂ കോയ റെഡി. നല്ല ചൂട്. താങ്ക് യു. അപ്പോൾ പാർട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി പാർട്ട് 4 വീഡിയോ ഉടനെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ല. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ എല്ലാവരും ബൈ.